ഇപ്പോൾ ശ്രീ അനിൽ ബോസ് ചേരുകയാണ്. ശ്രീ അനിൽ ബോസ്, രാഹുൽ ഗാന്ധിയാണ് ഇത് തുടക്കമിട്ടത് എന്ന രീതിയിലാണ് ഇവിടെ CPM സഹയാത്രികനായ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞത്. കാരണം രാഹുൽ വയനാട്ടിൽ വന്ന് മത്സരിച്ചതാണ് ഇതിനെല്ലാം കാരണമായത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് രാഹുലിനെ വിമർശിക്കേണ്ടി വന്നത്. പിന്നെ രാഹുൽ മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യം കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വാചകം പറയേണ്ടി വന്നത്, ആ പേരൻ പറയിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ തുടക്കമിട്ടത് രാഹുലാണെന്നാണ്, ഇന്ത്യ സഖ്യത്തിലെ ആ ഒത്തൊരുമ കളഞ്ഞു കുളിച്ചത് രാഹുലാണെന്നാണ് CPMന്റെ വാദം. ഒന്ന്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. രണ്ട്, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഈ രണ്ട് അറസ്റ്റിനെയും രാഷ്ട്രീയമായി എതിർക്കാൻ തീരുമാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാനും അതിനെ അപലപിക്കുന്നു, ഞാനും അതിനെ എതിർക്കുന്നു. അതേ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നു എന്നതാണ് മാർക്സിസ്റ്റുകാരുടെ വിഷമം. അല്ലേ? അതല്ലേ മഞ്ജുഷ്? ശരി, അതല്ലേ അവരുടെ വിഷമം? അതല്ല, അത് ശരിയാണോ എന്നല്ലേ അവർ ചോദിക്കുന്നത്? അതല്ല വിഷമം. അരവിന്ദ് കെജ്രിവാളിനെയും ഇതുപോലെ കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയ BJPയിലേക്ക് പോയ മുഖ്യമന്ത്രിമാരെ കുറിച്ചും അവർ നടത്തിയ അഴിമതികളെ കുറിച്ചും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങളോട് ആരോടും ചോദിച്ചില്ല. നിങ്ങളോട് ആരോടും ചോദിച്ചില്ല. അല്ലല്ല, നിങ്ങളുടെ ഊഴം വരുമ്പോ നിങ്ങളുടെ ഊഴം വരുമ്പം സംസാരിച്ചാൽ മതി. ഞാൻ വൈകിയാണ് തെരഞ്ഞെടുപ്പ് തിരക്കിനാൽ വന്നത്. അതിൽ കയറി ഇടപെടേണ്ട. അവതാരകനോടാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നു. അതൊരു മുന്നണി സഖ്യത്തിന്റെ വീഴ്ചയല്ലേ? മുന്നണി സഖ്യത്തിന്റെ വീഴ്ചയല്ലേ എന്നല്ലേ മഞ്ജുഷെ ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനല്ലേ രാഹുൽ ഗാന്ധിയെ പിണറായി വിജയനോ അല്ലെ CPM അറ്റാക്ക് ചെയ്യുന്നത്? അതല്ലേ? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞത്, കോൺഗ്രസ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇന്ത്യ സഖ്യം ഉണ്ടാകുന്നതിന്റെ കാരണമാരാ? രാഹുൽ ഗാന്ധി. എപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസിനൊപ്പം ചേരാൻ തീരുമാനിച്ചത്? രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തി 150 ദിവസം 5 മാസക്കാലം 4080 കിലോമീറ്റർ നടന്നപ്പോ ഞങ്ങൾ ഒറ്റയ്ക്കാന്നേ നടന്നു തുടങ്ങിയത്. ഒരു പാർട്ടിയും ഇല്ലായിരുന്നേ. ഒരു പാർട്ടിയും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് നടന്നു തുടങ്ങി. ഞങ്ങളങ്ങ് കാശ്മീരിൽ എത്തുമ്പോൾ ഞങ്ങളോടൊപ്പം 11 പാർട്ടികൾ കൂടി. അപ്പോൾ ഞങ്ങളുടെ അടിത്തറ എന്താണ്, ഞങ്ങളുടെ അസ്തിത്വം എന്താണ് എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഞങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായി. ഞങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇരുന്ന റൗണ്ട് ടേബിൾ ചർച്ചയ്ക്കൊടുവിൽ അതിൽ ആണായി പിറന്നവൻ എന്ന് മാർക്സിസ്റ്റുകാർ എല്ലാവരും കൊള്ളരുതാത്തവന്മാരല്ല. മാർക്സിസ്റ്റുകാരിൽ കൊള്ളാവുന്ന മതേതരത്വം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സീതാറാം കേസരിയെ പോലെയുള്ള ആണുങ്ങൾ ആ പാർട്ടിയിൽ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരിയുടെ അടുത്ത് കയറി AKG സെന്ററിൽ ചെന്ന് ഡൽഹിയിൽ കയറി സംഘപരിവാറുകാരൻ താടിക്കിട്ട് തട്ടിയപ്പം ആശ്വസിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഓടിയെത്തിയത്, കോൺഗ്രസ് ഓടിയെത്തിയത്. മനസ്സിലായില്ലേ? അപ്പം സീതാറാം യെച്ചൂരിയെ സ്വന്തം പാർട്ടി ആസ്ഥാനത്ത് കയറി സംഘപരിവാരം കൈവയ്ക്കുമ്പോൾ ഓടിച്ചെല്ലാനുള്ള നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ രാഹുലിനെ വിമർശിക്കാറില്ല. പക്ഷേ ഞാൻ പറയട്ടെ, അല്ലല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം യെച്ചൂരിയുടെ ഭാഗത്ത് വിമർശനം ഉണ്ടാവുന്നുണ്ട് കേട്ടോ ശ്രീ അനിൽ ബോസ്. ഞാനതൊക്കെ പൊട്ടനല്ലോ, എനിക്കിതൊക്കെ അറിയാമല്ലോ. ഇരിക്കുമ്പോൾ ഞാനത് പറയുമല്ലോ. എനിക്ക് വളരെ വൈകിയാണല്ലോ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ഒരു അല്ലല്ല, ഓർമ്മപ്പെടുത്തിയതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എനിക്ക് ആ പ്രിവിലേജ് എനിക്ക് തരണം. എനിക്ക് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ VIP പ്രിവിലേജ് അല്ല, സംസാരിക്കാനുള്ള സമയം തരണം. കാരണം എനിക്ക് അരമണിക്കൂർ നഷ്ടപ്പെട്ടു പോയ ആളാണ്, അല്ലെങ്കിൽ 1-2 ഊഴം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അപ്പം ആ സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാൻ നിലപാടെടുത്ത രാഹുൽ ഗാന്ധി, രാജ്യം മുഴുവൻ നടന്ന രാഹുൽ ഗാന്ധി, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ 7 സീറ്റ് CPMലെ ഇന്ത്യയിലെ നേതാക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞങ്ങൾ മത്സരിച്ചിരുന്ന 7 സീറ്റ് കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. മനസ്സിലായില്ലേ? കേരളത്തിന് പുറത്ത് മത്സരിക്കുന്ന മുഴുവൻ CPM നേതാക്കളും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും രാഹുൽ ഗാന്ധിയുടെ പടം മാത്രമല്ല വെച്ച് വോട്ട് പിടിക്കുന്നത്. സോണിയാഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പടം വെച്ച് മാത്രമല്ല വോട്ട് പിടിക്കുന്നത്. ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീ KC വേണുഗോപാലിന്റെ പടം വെച്ച് കൂടിയാണ് വോട്ട് പിടിക്കുന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നു, പിണറായി വിജയനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നായകനെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം അത്രയും പ്രമാണിയാണെങ്കിൽ, ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ? എന്തുകൊണ്ട് രാജസ്ഥാനിൽ അദ്ദേഹത്തിനെ പ്രചരണത്തിൽ കയറ്റുന്നില്ല? തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു പോസ്റ്ററിൽ പോലും അയാളുടെ പടം വയ്ക്കുന്നില്ല. അയാളെ കർണാടകയിൽ എന്തേ കയറ്റുന്നില്ല? അദ്ദേഹത്തെ ഈ പറയുന്ന CPM ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയ ബംഗാളിൽ അവശിഷ്ടമുണ്ടല്ലോ,
അവശിഷ്ട ആത്മാക്കൾ അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ. ആ ആത്മാക്കൾ എന്തേ ബംഗാളിൽ കയറ്റുന്നില്ല? ആത്മാക്കൾ എന്തേ ത്രിപുരയിൽ കയറ്റുന്നില്ല? അപ്പം CPM-ലെ 100-ൽ 90 പേർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ എടുക്കാച്ചരക്കാകുന്നു എന്നുള്ളത് കൊണ്ട് VS അച്യുതാനന്ദൻ എടുക്കാച്ചരക്കാണെന്ന് ഈ പ്രായത്തിലും ഞങ്ങൾ പറയുന്നില്ല. കേരളത്തിൽ CPM-ലെ ഏറ്റവും തലമുതിർന്ന നേതാവ് G. സുധാകരൻ എടുക്കാച്ചരക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. CPM-ൽ കൊള്ളാവുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുകയും അങ്ങനെയുള്ള CPM-കാരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. എന്നെ പോലുള്ള കോൺഗ്രസുകാർ എന്തുകൊണ്ട് പിണറായി വിജയനെ ഞങ്ങൾ ആക്രമിക്കുന്നു, അല്ലെ പിണറായി വിജയനെ ഞങ്ങൾ എതിർക്കുന്നു, രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ സീതാറാം യെച്ചൂരിയെ വിമർശിക്കാത്ത, VS അച്യുതാനന്ദനെ വിമർശിക്കാത്ത, അതുപോലെ കൊള്ളാവുന്ന നേതാക്കന്മാരെ വിമർശിക്കാത്ത ഞങ്ങൾ പിണറായി വിജയനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ വർഷങ്ങളായി നടക്കുന്ന നിരവധി കേസുകളുണ്ട്. ആ കേസുകൾ എന്ന് പറയുന്നത് കൃത്രിമമായി സൃഷ്ടിച്ചവയല്ല. ആ സൃഷ്ടിച്ചവയല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അത്തരം കേസുകൾ ഉണ്ടായി എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് കത്തുകൊടുത്ത് കല്യാണം വിളിക്കുന്നത് പോലെ അന്വേഷിക്കാൻ വിളിച്ച ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അങ്ങനെ അന്വേഷിക്കാൻ വരുന്ന ഏജൻസിക്കെതിരെ തന്റെ ഓഫീസിലേക്കും തന്റെ കുടുംബത്തേക്കും അന്വേഷണം നീളുമ്പോൾ തന്റെ പാർട്ടിക്കാരെ കൊണ്ട് ആ ഓഫീസുകളിലേക്ക് പ്രകടനം നടത്തിയ ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹം ഇരിക്കുന്ന, മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ പ്രോട്ടോകോൾ ഓഫീസിൽ രേഖകൾ കത്തിച്ച ആളുടെ പേര്, ആ കത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളുടെ പേര്, അതിന് സംരക്ഷണം നൽകിയ ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ വന്ന ഏജൻസികൾ ശരിയായ അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് അവർക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച വ്യക്തിയുടെ പേര് പിണറായി വിജയൻ. പക്ഷേ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളെ വിശ്വാസമില്ലാത്ത ആളാണല്ലോ രാഹുൽ ഗാന്ധി. ഈ പറയുന്ന അന്വേഷണ ഏജൻസികളെ വിശ്വാസമില്ലെന്ന് പറയുന്ന ആളുടെ പേരാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പോൾ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ വരുമ്പോൾ മാത്രം രാഹുൽ ഗാന്ധിക്ക് ഈ ഏജൻസികളെ വിശ്വാസം വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെളിച്ചു പറയണം, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന്. അത് പറയുമോ നിങ്ങൾ? ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ. കോൺഗ്രസ് പറയുന്നത് എന്താ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കരുതെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അടക്കം കേസെടുക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മതിയായ തെളിവുകളും പ്രാപ്യമായ ബോധ്യവും ഉണ്ടെങ്കിൽ ആർക്കെതിരെയും കേസെടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങളുടെ കണ്ണായ കരളായ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും ഇന്നത്തെ KPCC പ്രസിഡന്റുമായ DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, തീഹാറിൽ കൊണ്ടുപോയി. ഞങ്ങൾ ആ നിയമം ഫോളോ ചെയ്തു. ED കോടതിയും സുപ്രീം കോടതിയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. അവിടെ സോണിയാഗാന്ധി പോയി, രാഹുൽ ഗാന്ധി പോയി, KC വേണുഗോപാൽ പോയി പിന്തുണ പ്രഖ്യാപിച്ചു. ഞാൻ ചോദിക്കട്ടെ, P. ചിദംബരം പല കേസുകളുമുണ്ട്. കേജ്രിവാളിന്റെ കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തും സർക്കാർ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നിയമപരമാണെങ്കിൽ നിയമപരമായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു രീതി, കേരളത്തിൽ മറ്റൊരു രീതി, അത് കോൺഗ്രസ് പാലിക്കുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ സൗമനസ്യം കാണിക്കാത്തതുകൊണ്ടാണ്. ഞാൻ എന്താണ് പറയുന്നത് താങ്കൾക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കുന്നത്, P. ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്ത് തീഹാറിൽ കൊണ്ടുപോയപ്പോൾ സോണിയാഗാന്ധി കാണാൻ പോയി, രാഹുൽ ഗാന്ധി കാണാൻ പോയി, KC വേണുഗോപാൽ കാണാൻ പോയി, പ്രിയങ്ക ഗാന്ധി കാണാൻ പോയി, DK ശിവകുമാറിനെ കാണാൻ പോയി. അതേസമയം മറ്റു പല കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ കാണാൻ പോയില്ലല്ലോ. എന്തുകൊണ്ടാണ് പോകാഞ്ഞത്? കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താ പോകാഞ്ഞത്? അതിനൊരു പൊളിറ്റിക്സ് ഇല്ലേ? എന്തായിരിക്കും ആ പൊളിറ്റിക്സ്? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഉള്ള ആളുകളെ ഞങ്ങൾ കാണാൻ പോകാത്ത ആളുകളുണ്ടെങ്കിൽ, പാർട്ടി തലത്തിൽ സംരക്ഷണം കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ആരോപണം ശരിയാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് കൂടി ഉള്ളപ്പോൾ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. ഞങ്ങൾ അതിനെ എതിർക്കില്ല, ഞങ്ങൾ അതിനെ ചലഞ്ച് ചെയ്തില്ല. അങ്ങനെ ജയിലിൽ പോകുന്ന ആളുകൾക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കത്തില്ല. പക്ഷേ കേജ്രിവാളിന്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, നിങ്ങൾ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ചു തുടങ്ങുന്നു. ആ ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു. അങ്ങനെ ഒന്നുകൂടിയുണ്ട്. കേജ്രിവാളിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇടവേള വേണം, അതുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.